നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പരാതി പറഞ്ഞു. നിങ്ങളുടെ ലൈവിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, നിങ്ങളുടെ ലൈവ് കിട്ടുന്നില്ല, ഇങ്ങനെ കുറെ പരാതി കേൾക്കുന്നുണ്ട്. അതിനൊരു ഹെൽപ്പ് മാർഗമുണ്ട്. നമ്മുടെ മൊബൈലിൽ പോയി സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത് അതിൽ ഒരു ആപ്പ് ഉണ്ടാവും. ആപ്പിൽ പോയി അതിൽ ആപ്പ് മാനേജേഴ്സ് അത് നിൽക്കുക. അത് ഞെക്കിയ ശേഷം ഏറ്റവും അടിയിൽ യൂട്യൂബ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും അടിയിൽ പോവുക. അത് യൂട്യൂബിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ യൂട്യൂബിന്റെ ഇത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ മാനേജർ നോട്ടിഫിക്കേഷൻ നിൽക്കുക. അത് നിൽക്കിയ ശേഷം നമ്മൾ ഇത് ഓൺ ചെയ്യുക. സെപ്പറേഷൻ ഇവിടുന്ന് എന്തെങ്കിലും ഓഫായിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷനുകളൊക്കെ ഓണാക്കി വയ്ക്കുക. അങ്ങനെ ഓണാക്കിയ ശേഷം നമ്മൾ ഓണാക്കി വയ്ക്കാൻ മൊത്തം അങ്ങനെ ഓണാക്കിയ ശേഷം പിന്നെ നമ്മൾ ബാക്ക് വീണ്ടും എവിടേക്ക് പോകണം? യൂട്യൂബിലേക്ക് തന്നെ മടങ്ങി പോവുക. മടങ്ങി പോയ ശേഷം യൂട്യൂബ് എടുത്ത ശേഷം നമ്മുടെ മുകളിൽ നമ്മൾ സബ് ചെയ്ത ആൾക്കാര് ഇതിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ബെൽ ബട്ടൺ ഓൺ ആണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ ബെൽ ബട്ടൺ 2 ഉണ്ട്. അതിൽ റോള് കൊടുക്കണം. ഇങ്ങനെ കാണണം. അതിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ഏറ്റവും മുകളിലത്തെ ഓണാക്കി വയ്ക്കണം. സബ് ചെയ്തിട്ട് വീണ്ടും സബ് ചെയ്യുക. എന്നിട്ട് ഓണാക്കി വയ്ക്കുക. അങ്ങനെ ഓണാക്കിയ ശേഷം ബാക്ക് വരിക. ഇനി നിങ്ങൾക്ക് അവരുടെയൊക്കെ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ചെല്ലും. അങ്ങനെയാണ് നമ്മൾ നോട്ടിഫിക്കേഷന്റെ വരണ ഇത് ക്ലിയർ ആയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലൈവ് ഉണ്ട്. ഈ ലൈവിൽ പോയി നമുക്ക് ആരൊക്കെ ലൈവ് കിട്ടുന്നുണ്ടോ കാണാൻ പറ്റും. ഈ ലൈവിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലൈവിൽ അമർത്തിയ ശേഷം അതിൽ കുറെ ലൈവ് നടക്കുന്നുണ്ടാവും. ആർക്ക് ലൈവ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് ഓൾ കമന്റ്സ് നമുക്ക് റിപ്ലൈ തന്ന ആൾക്കാർ ലൈവും നമുക്ക് ഇഷ്ടത്തൊക്കെ വന്ന ഇതിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഇനിയും പാർട്ട് 3